ഹേ ഡിയർ അനിമെ ഫാൻസ്, ലാസ്റ്റ് ഞാൻ ചെയ്ത വൺ ഐ പാച്ച്മെന്റ് വീഡിയോക്ക് നിങ്ങൾ നല്ലൊരു റെസ്പോൺസ് ആണ് നൽകിയത്. ധാരാളം നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ പഴയ സപ്പോർട്ട് എനിക്ക് തന്നു. താങ്ക് യു ഗൈസ്, താങ്ക്സ് ലോട്ട് ഫോർ ദാറ്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽബ ഫാർക്കിനെ കുറിച്ചാണ്. നമ്മുടെ സ്ട്രോ ഹെഡ് പൈററ്റ്സ് സെക്കൻഡ് ആർക്കിന് ശേഷം എൽബാഫിൽ എത്തിച്ചേരുന്നു. പിന്നീട് അവിടെ ഉണ്ടാകുന്ന മേജർ ഇവന്റ്സ്, മേജർ ഫൈറ്റ്സ്, ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസ്, റീയൂണിയൻ ഓഫ് റോബിൻ ആൻഡ് ജാഗോ ഡിസോൾ, എൽബ ഫാർക്കിന്റെ സ്ട്രക്ചർ, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, എൽബാഫിലെ പാസ്റ്റ് ഇവന്റ്സ്, ലൂഫി, സാൻജി, സോറോ തുടങ്ങിയവരുടെ ഗിയറപ്സ്, അവരുടെ പവർ അപ്ഗ്രേഡ്സ് എന്നിവയെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആൻഡ് സ്പോയിലേഴ്സ് മാക്സിമം കുറച്ച് പോയിന്റ് ആയിട്ട് വളരെ ഷോർട്ട് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞാനത് നറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. What a failure. സോ എൽബ വയലന്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്കൊരു ട്രീയെ കുറിച്ച് പറയണം. ആൻഡ് ട്രീയുടെ പേരാണ് ആഡം ട്രീ. വൺ പീസ് വേൾഡിലെ ഏറ്റവും ശക്തമായ ട്രീ എന്ന് പറയുന്നത് ഈ ആഡം ട്രീ ആണ്. ഹാർഡർ ദാൻ സ്റ്റീൽ എന്നാണ് വൺ പീസ് വേൾഡിൽ ഈ ട്രീയെ വിശേഷിപ്പിക്കുന്നത് തന്നെ. വോയിഡ് സെഞ്ചുറിയുടെ ലാസ്റ്റ് സർവൈവർ, ജോയ് ബോയുടെ ഏരിയയിലെ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ്, റോക്ക് പൈററ്റ്സിന്റെ ഇൻവേഷൻസ് എല്ലാം കണ്ട് കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു കൂറ്റൻ വൃക്ഷം. ആൻഡ് ഈ വൃക്ഷത്തിലെ തടി ഉപയോഗിച്ചാണ് പൈററ്റ് കിങ് റോജറിന്റെയും ഫ്യൂച്ചർ പൈററ്റ് കിങ് ആയ ലൂഫിയുടെയും ഒക്കെ ഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ ഷിപ്പ് ബിൽഡറായ ഫ്രാങ്കി ആഡം ട്രീ ഫ്രണ്ടിലുള്ളപ്പോൾ ചുമ്മാ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഗൈസ്? 1000 അപ്ഗ്രേഡ് ഈ ആർക്കിന്റെ അവസരം ഉണ്ടായിരിക്കും. എനിവേ, ബാക്ക് ടു ദി ടോപ്പിക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആഡം ട്രീ തന്നെയാണ് എൽബ ഫൈലൻഡ്. ഈ എൽബ ഫൈലൻഡിനെ നമുക്ക് 3 വേൾഡ് ആയിട്ട് തിരിക്കാം: അണ്ടർ വേൾഡ്, സൺ വേൾഡ്, ആസ്ട്രൽ വേൾഡ് അഥവാ സൺ റേലം. അണ്ടർ വേൾഡ് സെക്ഷനിലാണ് നമ്മുടെ ലോക്കിയുടെ ഇനെസ്കേപ്പബിൾ ആയിട്ടുള്ള പ്രിസൺ ഉള്ളത്. സൺ വേൾഡിലാണ് ജയൻസ് ജീവിക്കുന്നത്. ഇനി ആസ്ട്രൽ വേൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം മിസ്റ്ററീസിന്റെ ഷോർട്ട് ടൈം ആൻസേഴ്സ് ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്ലേസ് ആണെന്ന് പറയാം. എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ പോണോക്ലിപ്സിനെ കുറിച്ചും, ജോയ് ബോയെ കുറിച്ചും, റോയൽ ത്രോണിനെ കുറിച്ചും, റോക്സിന്റെ ഏരിയയെ കുറിച്ചും, ഹോളി നൈറ്റ്സിന്റെ ടാർഗറ്റ്സിനെ കുറിച്ചെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അബൌട്ട് ദ ആസ്ട്രൽ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് തന്നെ ഇതിലുണ്ട് ഗൈസ്. എനിവേ, വൺ പീസിന്റെ തുടക്കകാലത്തുള്ള ലിറ്റിൽ ഗാർഡനിൽ വെച്ച് തന്നെ എൽബാഫിനെ ഫോർ ഷാഡോവിങ് ചെയ്യുന്നുണ്ട് ഡോറിയൻ ബ്രോഗി മുഖേന. ബട്ട് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഇപ്പോഴാണ് റിവീൽ ആക്കുന്നത് മാത്രം. ആൻഡ് എൽബാഫ് ഐലൻഡ് എന്ന് പറയുന്നത് ജയൻസിന്റെ ഒരു ഐലൻഡ് ആണ്. നോർസ് മിത്തോളജി അഥവാ വൈക്കിംഗ് കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവരുടെ വാരിയർ കോഡ് തന്നെ സ്ട്രെങ്ത് ആൻഡ് ഓണർ എന്നാണ്. തീർത്തും സത്യസന്ധപരമായി മാത്രമേ ഇവർ ഫൈറ്റ് ചെയ്യത്തുള്ളൂ. ആയ കാലം മുതൽ ഇപ്പോൾ വരെ അവർ അവരുടെ ഹിസ്റ്ററിനെയും ബിലീഫ്സിനെയും തള്ളിക്കളഞ്ഞിട്ടേ ഇല്ല. ആൻഡ് ഷാങ്സിന്റെ ഒരു വിധത്തിലുള്ള ആലൈസ് എന്ന് പറയുന്നത് ഈ ജയൻസ് തന്നെയാണ്. അതേപോലെ ഇവിടെ ജയൻസ് മാത്രമല്ലാതെ വേറെയും ക്രീച്ചേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ജയന്റ് ബീറ്റ്സുകളുമുണ്ട്. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസും കൂടെയാണിത്. സൺ വേൾഡിൽ സ്ട്രോ ഹാറ്റ്സ് എത്തിയതിനു ശേഷം ഈ വേൾഡിന്റെ ഒരു ഇൻട്രോ സീനൊക്കെ ഉണ്ട്. അതിൽ എക്സ്പ്ലനേഷൻ സീൻ കാണുമ്പോൾ തന്നെ നമ്മൾ വണ്ടർ അടിച്ചു പോകും. ഒരു ബ്യൂട്ടിഫുൾ ആയ വേൾഡ് ബിൽഡിംഗ് ആണ് ഓട ഇതിന് നൽകിയിരിക്കുന്നത്. എനിവേ, ഇനി മാങ്ക അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലേക്കേഡ് ഐലൻഡിൽ നിന്നും എസ്കേപ്പ് ആയ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് നേരെ വന്ന് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത് എൽബാഫിലാണ്. പിന്നീട് റോഡ് എന്ന പേരുള്ള ഒരു ജയന്റിനെയൊക്കെ മീറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് എൽബാഫിനെ കുറിച്ചും അവരുടെ വാരിയർ കോഡിനെ കുറിച്ചും ഫെസ്റ്റിവൽസിനെ കുറിച്ചും മനസ്സിലാക്കുന്നു. ഓൾസോ പോണക്ലിപ്സിനെ കുറിച്ചുള്ള ഹിന്റ് വർക്ക് കിട്ടുന്നുണ്ട്. പിന്നീടാണ് ഗബ്ബനായിട്ടുള്ള എൻകൗണ്ടർ. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനാണ് കിങ് ഹെറാൾഡിനെ കുറിച്ചും റോക്ക് ഡി സെബക്കിന്റെ ഇൻവേഷനെ കുറിച്ചൊക്കെ ഉള്ളത്. ഓൾസോ ഹെറാൾഡ് വേഴ്സസ് സെബക്കിന്റെ ഒരു മാസീവ് ഫൈറ്റും ഉണ്ട് ഈ ഒരു പാസ്റ്റ് പോർഷനിൽ. ആൻഡ് ഗൂസ് ബംസ് അടിപ്പിക്കുന്ന ധാരാളം ഫേസ് ടു ഫേസ് മൊമെന്റ്സ് ഉണ്ട്. അത് സ്പോയിലർ അടിച്ച് നശിപ്പിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും സെബക്കിന്റെ ഒരു വൺ മാൻ ഷോ തന്നെ അവിടെ കാണാം. ആൻഡ് ഇതേ ഹെറാൾഡ് ഏറയെ കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് നമ്മുടെ കേഴ്സ്ഡ് പ്രിൻസ് ആയ ലോക്കിയുടെ ഇൻട്രോ ഓർ ഒറിജിനൽ എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഞാൻ അടുത്തായി ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ മെയിൻ ടോപ്പിക് തന്നെ ലോക്കിയാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. ആൻഡ് അതിനുശേഷം ലൂഫി ഷാങ്സിനെ കുറിച്ചും ലോക്കിയെ കുറിച്ചും, അതായത് എന്തുകൊണ്ടാണ് ലോക്കി ക്രൂസിഫൈഡ് ആയിട്ട് ഇവിടെ കിടക്കുന്നതിനെ കുറിച്ചും, ലോക്കി മിത്തിക്കൽ സുവാൻഡൽ ഫ്രൂട്ട് മോഷ്ടിച്ചിനെ കുറിച്ചൊക്കെ ലൂഫി അറിയുന്നു. പിന്നീട് സ്ട്രോ ഹാറ്റ്സ് എല്ലാം കൂടെ അണ്ടർ വേൾഡിലോട്ട്, അതായത് ലോക്കിയുടെ പ്രസന്റ് റെയിൽവത്തിലോട്ട് പോവുകയാണ്. സോ ഇങ്ങനെയാണ് എൽബാഫിന്റെ ടൈം ലൈൻ പോകുന്നത്. സ്പോയിലേഴ്സ് വരാതിരിക്കാൻ ഞാൻ വളരെ ചുരുക്കിയാണ് ഇത് പറഞ്ഞത്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ എൽബാഫ് ആർക്കിൽ ടൺ കണക്കിന് ഫൈറ്റ്സ് ഉണ്ട്. ഈ എൽബാഫ് ആർക്ക് മാങ്ക ടൈംസ് വെച്ച് നോക്കിയാൽ ഇതുവരെ തീർന്നിട്ടില്ല. എന്നിട്ട് പോലും ഇത്രയധികം ഫൈറ്റ്സ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഫൈറ്റ്സ് കൂടാതെ തന്നെ അനേകം ഫൈറ്റ്സുകൾ അപ്കമിങ്ങിൽ വരാനും ഉണ്ട്. സോ മേജർ ഫൈറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ലൂഫി വേഴ്സസ് ഗബൻ ഫൈറ്റ് ആണ് ആദ്യം. ആക്ച്വലി ഇതൊരു ടെസ്റ്റ് ഫൈറ്റ് ആണ്. ലോക്കിയുടെ ഗാറ്റ്സ് കേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഗബൻ ലൂഫി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ലേറ്റർ ടൈമിൽ സോറയും വന്ന് ജോയിൻ ചെയ്യും ഈ ഫൈറ്റിൽ. ആൻഡ് യെസ്, വൺ ഓഫ് ദ ബെസ്റ്റ് സീൻസിൽ അല്ലെങ്കിൽ എൽബ ഫാർക്കിന്റെ ഒരു മെയിൻ ഹെഡ്സിൽ ഇതും ഉൾപ്പെടുത്താം. ഫോർമർ പൈററ്റ് കിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡും ഫ്യൂച്ചർ പൈററ്റ് കിങ് തമ്മിലുള്ള ഫൈറ്റ്. മാൻ, ഇത് ആനിമേഷനിൽ കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ആൻഡ് അഗെയിൻ ഒരു ബെസ്റ്റ് ഫൈറ്റ് വരുന്നത് ലൂഫിയുടേതും ലോക്കിയുടേതുമാണ്. ഫ്രെയിം ബൈ ഫ്രെയിം സെതുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. ലൂഫി വേഴ്സസ് ലോക്കി എന്നുള്ള ഈ ഫൈറ്റ്, പിന്നീട് ലൂഫി സോറോ സാൻജി വേഴ്സസ് ലോക്കി എന്നുള്ള ഫൈറ്റിലോട്ട് മാറുന്നതും കാണാം. ആക്ച്വലി ഈ ഫൈറ്റ് കാണാനാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഇതൊന്നും പോരാത്തതിന് അഡീഷണൽ
ഫൈറ്റ് വേറെയും ഉണ്ട് ഗൈസ്. നാമിയും റോബിനും ചേർന്ന് ജയന്റ് ടോയ്സിനെതിരെയുള്ള ഒരു ഫൈറ്റ്, ഊസോപ്പ് വേഴ്സസ് മിനി ജയന്റ് പപ്പറ്റ്സ് ആയിട്ടുള്ള മറ്റൊരു ഫൈറ്റ്, അതേപോലെ ജീൻ ബേ വേഴ്സസ് ഗൺഗോ ആയിട്ടുള്ള ഒരു ഡുവൽ ഫൈറ്റ്. മാൻ ആക്ച്വലി ഇതൊരു സൂപ്പർ ഫൈറ്റ് തന്നെയായിരുന്നു. അതേപോലെ ബ്രൂക്ക് വേഴ്സസ് അണ്ടർവേൾഡ് ഡീമൻസ് ആയിട്ടുള്ള ഒരു ഐസ് സോൾ സ്ലൈറ്റ് ഫൈറ്റ്, അതിലും സോറോഡ് അസിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതും കൂടാതെ സാൻജിയുടെ ഒരു റെസ്ക്യൂ മിഷൻ പീരീഡിൽ ഫ്രാങ്കിയും ഉസോപ്പും ചേർന്ന് ന്യൂ ജെയിൻ പൈററ്റ്സ് ആയിട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഓഫ് സ്ക്രീനിൽ അതും പാസ്റ്റിൽ ഷാങ്സ് വേഴ്സസ് ലോക്കി ആയിട്ടുള്ള ഫൈറ്റിന്റെ മെൻഷനിങ് നടക്കുന്നുണ്ട്. എനിക്ക് ആകെ മിസ്സായത് ചോപ്പറിനെയാണ്. പഴയ ഓജി ചോപ്പറിനെ കണ്ടിട്ട് ധാരാളം നാളുകളായ ഫീലിംഗ് ആയിരുന്നു ഇത് കണ്ടപ്പോൾ ഉണ്ടായത്. ചോപ്പർ ഈസ് ഓൾസോ എ ഗുഡ് ഫൈറ്റർ, എന്തെങ്കിലും ചോപ്പറിനും കൊടുക്കായിരുന്നു എന്ന ഫീൽ എനിക്ക് തോന്നി. ആൻഡ് ഇനി സാൻജി ആൻഡ് സോറോ എന്നുള്ള കേസിൽ സോഡ് ആൻഡ് ഷീൽഡ് എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും. സോറോ പറന്ന് കടന്ന് എല്ലാവരെയും സ്ലാഷ് ചെയ്യുമ്പോൾ സാൻജി പറന്ന് കടന്ന് എല്ലാവരെയും സേവ് ചെയ്യുന്ന സീനാണ് കാണാൻ കഴിഞ്ഞത്. എൽബ ഐലൻഡിലുള്ള ജയൻസിനെയും അറ്റ് ദ സെയിം ടൈം സ്ട്രോ ഹാറ്റ്സിനെയും സാൻജിയാണ് ഒരു ഷീൽഡ് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. റോബിനെ രക്ഷിക്കുന്ന ഒരു സീൻ ഉണ്ട് എന്റെ മോനെ, അതും ഡിയാബ്ലെ ജെംബെ യൂസ് ചെയ്തുകൊണ്ട്. മാൻ വല്ലാത്തൊരു എനർജറ്റിക് മൊമെന്റ് തന്നെയായിരുന്നു അത്. ഈ ടോക്സിക് ആനിമേഷന് ടോയ് ആനിമേഷന് സാൻജിയോട് വല്ലാത്ത സ്നേഹമായതുകൊണ്ട് വൃത്തിയോടൊന്നും ചെയ്യാതിരുന്നാൽ മതി. സാൻജിയുടെ ക്യാരക്ടർ നശിപ്പിച്ചാലേ ടോയ് ആനിമേഷൻ സ്റ്റുഡിയോസിലെ ആനിമേറ്റേഴ്സിന് ഉറക്കമുള്ളൂ എന്ന മട്ടാണ്. അതേപോലെ സാൻജി വേഴ്സസ് ന്യൂ ജെൻ പൈററ്റ്സ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. മാൻ അതും എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. ഓൺ ദ സ്പോട്ടിൽ തന്നെ റെസ്ക്യൂ, അതോടൊപ്പം തന്നെ എനിമീസ് ആയിട്ടുള്ള ഫൈറ്റും. അതേപോലെ സോറോയുടെ കേസിൽ ഒരു മെയിൻ ഫൈറ്റ് ഇതുവരെ വന്നിട്ടില്ല. പലർക്കും അസിസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് ധാരാളം ജയന്റ് ബീറ്റ്സിനെ സ്ലാഷ് ചെയ്യുന്നതും കാണാൻ സാധിച്ചു. സോ ടോട്ടലി പറയുകയാണെങ്കിൽ സ്ട്രോ ഹാറ്റ്സിന്റെ ഒരു ഫയർ മോഡ് നമുക്ക് കാണാൻ സാധിക്കും. ജയൻസിന്റെ ഒരു ഫെസ്റ്റിവല് ന്യൂ ജെൻ പൈററ്റ്സ് വന്ന് കയോട്ടിക് സ്റ്റേജിലോട്ട് മാറ്റുന്ന ടൈം മുതൽ സീൻ ബൈ സീൻ ഫൈറ്റുകളായിരിക്കും. ആൻഡ് ഈ ഒരു ആർക്കിൽ സോറോയും സാൻജിയും അവരുടെ പവേഴ്സ് അപ്ഗ്രേഡ് നടത്തുമെന്നത് തീർച്ചയാണ്. കാരണം ഓടെ കൺഫേം ആക്കിയ ചില കാര്യങ്ങളുണ്ട്. സോറോയുടെ ഒരു ട്രൂ ഫോമിലുള്ള കോൺഗ്ര ഹാക്കിയും സാൻജി ഒരു യോങ്കോ ലെവലുള്ള ഫൈറ്ററായി മാറുമെന്നതും. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആർക്കിൽ സംതിങ് ഹെവി ആയിട്ട് വരുന്നുണ്ട്. മേ ബി ഹോളി നൈറ്റ്സിലുള്ള ഫൈറ്റ് ആയിരിക്കാം. കില്ലിംഗ് ആം ഓർ സൗമേഴ്സ് ഇവർ രണ്ടുപേരുമായിരിക്കാം ഈ ആർക്കിൽ സാൻജിയുടെയും സോറോയുടെയും മെയിൻ എനിമീസ്. ആൻഡ് ലൂഫിയുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ലൂഫിയുടെ ക്യാരക്ടർ ഒരു വലിയ ചേഞ്ച് തന്നെ ഉണ്ടായ പോലത്തെ ഫീലിംഗ് ആണ്. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയ കാര്യമായിരിക്കാം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. ആൻഡ് റോജറിന്റെ ലെഫ്റ്റ് ഹാൻഡ് ആയ സ്കൂപ്പർ ഗബ്ബനെ ഫുൾ ആയി ഇൻട്രോഡ്യൂസ് ചെയ്ത ആർക്കാണിത്. എനിക്ക് ഗബ്ബനെ കുറിച്ച് ധാരാളം പറയണമെന്നുണ്ട്, ബട്ട് പുള്ളിയുടെ ഒരു സോളോ ഫൈറ്ററിന് ശേഷം ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ലോക്കിനെ കുറിച്ച് കൺഫേം ആയിട്ടൊരു വീഡിയോ ഉണ്ട്. സോ ലോക്കിനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല. പിന്നീട് പറയാനുള്ളത് റോബിന്റെയും ജാഗ്വാഡി സോളിന്റെയും റീയൂണിയനാണ്. ഇമോഷണലി ഈ ആർക്കിൽ എന്തെങ്കിലും സ്ട്രോ ഹാറ്റ്സൺ സൈഡിൽ നിന്നുണ്ടെങ്കിൽ അത് ഈ സീനായിരുന്നു. അവരുടെ റീയൂണിയൻ ഇറ്റ്സ് ഇമോഷണലി പീക്ക് തന്നെയായിരുന്നു. റോബിൻ ജീവിച്ചിരിക്കുന്നതിന് കാരണം തന്നെ ഈ ജാഗ്വാഡി സോൾ എന്ന ക്യാരക്ടറാണ്. അതേപോലെ ക്ലാസിക് റോബിന്റെ ആ പഴയ ഹെയർ സ്റ്റൈൽ ഇതിൽ തിരിച്ചു കൊണ്ടിരുന്നുണ്ട്. ഗുഡ് ടു സീ ദാറ്റ് ഹെയർ സ്റ്റൈൽ. ആൻഡ് എൽബാഫിൽ മലമറിക്കാൻ പോകുന്നത് ഉസോപ്പ് ആണെന്ന് പറഞ്ഞ് ഓവർ ഹൈപ്പ് തന്ന് നശിപ്പിച്ചത് മാത്രം മിച്ചം. ചിലപ്പോൾ എൻ്റെ ഒരു സൂപ്പർ വയസ്സിന് ഉസോപ്പിനും കൊടുക്കുമായിരിക്കും. ഉസോപ്പിനേക്കാൾ നല്ല മൊമെന്റ്സ്, അതും ഹൈലി ഹൈപ്പഡ് ഓറ മൊമെന്റ്സ് ബ്രൂക്കിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇനിയും കുറെ ഇൻട്രൊഡക്ഷൻസ് നമുക്ക് ഈ ആർക്കെന്നും എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരാണെന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ആനിമ വരുമ്പോൾ കിട്ടില്ല, അതാണ് പറയാത്തത്. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ജാപ്പനീസ് ഇൻഡസ്ട്രിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വോയിസ് ആക്ടറിനെയൊക്കെയാണ് ഇറക്കിയേക്കുന്നത്. അതിനേക്കാളൊക്കെ മേലെ എന്നെ എക്സൈറ്റ് ആക്കിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് സൺഗോ നിക്കയെ കുറിച്ചും ആ ടെമ്പിളിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യമാണ്. എഗ്ഗഡ് ജസ്റ്റ് ഒരു ടീസർ ആണെന്ന് എനിക്ക് വൈകിയാണ് മനസ്സിലായത്. ഫൈനൽ വാറിലോട്ടുള്ള ഫൈറ്റ് മിക്കവാറും ഈ ആർക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറയാതെ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്. മനഃപൂർവ്വം വിട്ടുകളഞ്ഞത് തന്നെയാണ്. ഫുൾ പറഞ്ഞാൽ സ്പോയിലർ മഴ തന്നെയായിരിക്കും. എൽബ ഫാർക്കിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിളിന് ലോക്കിനെ പോലുള്ള ക്യാരക്ടേഴ്സ്, അവരെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് എൽബാഫിന്റെ ഒരു ഇൻട്രോ നൽകണം. എന്നാൽ മാത്രമേ ഒരു കണക്ടിവിറ്റി ഫീൽ ഉണ്ടാവുകയുള്ളൂ. സാൻജിയുടെയും സോറയുടെയും പാറപീരിയഡിനെ കുറിച്ച് പറയാത്തതും അതുകൊണ്ടാണ്. കാരണം ഓരോ വാർക്കിലും അവരുടെ പവേഴ്സ് എക്സ്പ്ലെയിൻ ആക്കിക്കൊണ്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അത് തന്നെ ഫോളോ ചെയ്യാന്ന് വെച്ചു. ആൻഡ് ദാറ്റ്സ് ഓൾ ടുഡേ ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ, ബൈ.